നാം ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് ജൂലൈ 28-ാം തീയതി രാവിലെ മുതൽ ഇന്ന് നിമിഷം വരെയും നമ്മളേറെ സ്നേഹിച്ചു മതി തീരാത്ത പ്രിയങ്കരനായ ജ്യേഷ്ഠ പിതൃതുല്യനായ മാത്യു ഞാറുളത്തച്ഛന്റെ മൃതസംസ്കാര ശുശ്രൂഷയിലാണ്. അച്ഛനെ പറ്റി കഴിഞ്ഞുപോയ മണിക്കൂറുകളിൽ ഒത്തിരിയേറെ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട വൈദികര് അൽമായരും ഓർമ്മപ്പെടുത്തുകയുണ്ടായി. പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ നല്ല ഓട്ടം പൂർത്തിയാക്കി ഒരു പുരോഹിതനായി 55 വർഷം പൂർത്തീകരിച്ചതിന് ശേഷമാണ് പ്രിയ ജ്യേഷ്ഠ പുരോഹിതൻ നമ്മളെ വിട്ടുപിരിയുന്നത്. ക്ലരീഷ്യൽ സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിലെ പിതൃവാത്സല്യത്തിലെ വല്യപ്പന്മാരില് മൂന്നാമനാണ് മാത്യു അച്ഛൻ. മാധവത്തച്ഛൻ നമ്മളെ വിട്ടുപോയി, വഞ്ചിപ്പരേച്ചൻ നമ്മളെ വിട്ടുപോയി. നമ്മുടെ അടുത്ത വത്സല പിതാവ് ഈ ലോകം വിട്ടുപോവുകയാണ്. പ്രഭാഷണ പുസ്തകം 30-ാം അധ്യായം 4-ാം തിരുവചനം, ഒരു കുടുംബത്തിന്റെ നാഥൻ ഈ ലോകവാസം വെടിഞ്ഞു പോകുമ്പോൾ മറ്റുള്ള ദുഃഖിക്കേണ്ട ആവശ്യമില്ല. കാരണം അദ്ദേഹത്തെ പോലെ തന്നെ മക്കളെ നൽകിയതിനു ശേഷമാണ് കടന്നു പോവുക. പ്രഭാഷന്റെ വചനം, ക്ലരീഷ്യ സഭയെ സംബന്ധിച്ചിടത്തോളം 600-ൽ പരം വൈദികർ ഇന്ത്യയിലുണ്ട്. തന്റെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി വളരുവാൻ വിശുദ്ധ ആന്റണി മേരി ക്ലാരറ്റിന സ്ഥാപിതമായ സഭയ്ക്ക് പിതൃവാത്സല്യത്തോടെ വല്യപ്പച്ചന്മാരെ ലഭിക്കുകയുണ്ടായി. പ്രിയമുള്ളവരെ, ഒരു പുരോഹിതൻ മരിക്കുമ്പോൾ സാധാരണ ഒരാളുടെ മരണം പോലെയല്ല. സാധാരണ ഒരാളുടെ മരണവും ഒരു പുരോഹിതന്റെ മരണവും തമ്മിലുള്ള വ്യത്യാസം, 10,000ങ്ങളെ അനുഗ്രഹിക്കുന്ന ഉയർത്തിയ കൈ ഇന്ന് നിശ്ചലമായി. വചനം നോക്കി വ്യാഖ്യാനിക്കാൻ ഉപയോഗിച്ച കണ്ണുകൾ ഇന്ന് നിശ്ചലമായി. ദൈവികമായ കരുണയുടെ സങ്കേതമായ വിശുദ്ധ കുദാശയായ കുമ്പസാരം കേട്ട ചെവി നിശ്ചലമായി. വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും ദൈവവചനം പരിക്രമം ചെയ്ത് വ്യാഖ്യാനിച്ചു കൊടുക്കുവാനും ഉപയോഗിച്ചിട്ടുണ്ടെന്ന നാവുകൾ നിശ്ചലമായി. പ്രിയമുള്ള, ഒരു പുരോഹിതന് മരണം പത്രമെടുത്ത് ആര് വായിച്ചാലും ഈ ലോകത്തിലുള്ള സകല വിശ്വാസ സമൂഹവും ഒന്ന് വിറങ്ങലിക്കാറുണ്ട്, സങ്കടപ്പെടാറുണ്ട്. ഒരു പുരോഹിതനോട് ഇല്ലാതായിരിക്കുന്നു. കാരണം തങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കരങ്ങൾ ഉയർത്തി ആശീർവദിക്കുവാനും ബലിയർപ്പിക്കുവാനും വചനം വ്യാഖ്യാനിക്കുവാനും ദൈവവചനത്തിനു വേണ്ടി ഓടി നടന്ന് ദൈവസ്നേഹം കത്തിജ്വലിപ്പിക്കുവാനായി ഉപയോഗിച്ച പാദങ്ങളും ഇന്ന് കൂട്ടിക്കെട്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാ നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും സങ്കടം. അത്രമാത്രം വില കൊടുത്താണ് ഒരു പുരോഹിതൻ അഭിഷേകം ചെയ്യപ്പെടുക. തിരുപ്പട്ടം കൂടിയിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. അപ്പൊ ഇവന്ന് മെത്രാന്മാരുടെ കിട്ടുന്നൊരു വരമുണ്ടല്ലോ, ചലിക്കുന്ന കരങ്ങൾ. ഒരു അനുഭവം മാത്രം പങ്കുവെച്ച് ഞാൻ കർമ്മത്തിലേക്ക് ക്ഷണിക്കുകയാണ് നിങ്ങളെ. ജൂലൈ മാസം 7-ാം തീയതി മത്തിക്കര ഫൊറോനപ്പള്ളിയുടെ ഞങ്ങളുടെ പ്രിയങ്കരനായ മാത്യു മേച്ചിറക്കിലച്ഛന് പെട്ടെന്നുണ്ടായ ഒരു ബ്ലീഡിങ്ങോടുകൂടി അച്ഛൻ കുഴഞ്ഞു വീഴുകയും കുർബാന അർപ്പിക്കുന്ന 1.5 മണിക്കൂർ മുമ്പ് അച്ഛൻ കുഴഞ്ഞു വീണു. കുർബാന അർപ്പിക്കപ്പെടാൻ പറ്റാതെ വന്നപ്പോൾ കൈക്കാരന്മാർ അച്ഛനെ അടുത്തുള്ള രാമി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ അച്ഛൻ ചലനമറ്റ രീതിയിലായിരുന്നു. നീരി ശ്വാസം, ഓരോ നിമിഷം മുന്നിടുമ്പോഴും അപകടാവസ്ഥ. ഇടവക മക്കൾ കുർബാനയ്ക്ക് വേണ്ടി വന്നിരിക്കുന്ന ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ദേവാലയം നിറഞ്ഞ് വിശ്വാസമുഖം. ചലനമറ്റ വികാരിയച്ഛനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന രംഗം കണ്ട് കരയുകയായി വിശ്വാസമുഖം. കാരണം കൈചലിക്കാത്തൊരു ഒരു വൈദികൻ, കണ്ണടഞ്ഞു കിടക്കുന്ന ഒരു വൈദികൻ, അവരുടെ ഹൃദയത്തൊരു നോവാണ്. അങ്ങനെ ഇരുന്ന സമയത്ത് അച്ഛനെ ദേവാലയത്തിൽ നിന്ന് കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവുകയും 8-ാം തീയതി ഓപ്പറേഷൻ സാധ്യമല്ല എന്ന് പറയുകയും ചെയ്തപ്പോൾ അന്ന് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ദേവാലയത്തിലും പലയിടങ്ങളിലും ധ്യാന കേന്ദ്രങ്ങളിലും ഭവനങ്ങളിലും കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ച് അഖണ്ഡ ജപമാല ചൊല്ലി നിശ്ചലമായ ശരീരത്തിനെ ചലിപ്പിക്കുവാൻ വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവം കേട്ട് 9-ാം തീയതി രാവിലെ ചൊവ്വാഴ്ച അച്ഛന്റെ കൈകൾ ചലിച്ചു, BP സ്റ്റഡിയായി.
സർജറി ചെയ്തു. അച്ഛൻ ഇപ്പോൾ സുഖം പ്രാപിച്ച് ചലനാത്മകമായി. പ്രിയമുള്ളവരെ, ചലനമറ്റ വൈദികരെ ഹൃദയത്തിലൊരു നോവാണ് എങ്കിൽ 2 തിമോത്തിയോസ് 4:7-8 80 വയസ്സിൽ 55 വർഷം പുരോഹിതനായ മാത്യു അച്ഛന്റെ ചലനമായ ഒരു വലിയ പ്രയാണത്തിൽ ജ്വലിക്കപ്പെട്ടവരാണ് നിങ്ങളും ഞാനും. എന്നെ മനസ്സിനെ ഏറെ സ്വാധീനിച്ച ഒരു രംഗം ഇന്നലെയുണ്ട്. അന്യമതസ്ഥരായ 2 ദമ്പതിമാര് അച്ഛന്റെ ഖബർസ്ഥാൻ, അവരുടെ ഭാഷയിൽ അവരുടെ മതവിശ്വാസം ഖബർസ്ഥാൻ എന്നാണ് പറയുക. ഖബർസ്ഥാനത്തിനടുക്ക് ഖബർ പ്രാർത്ഥനകൾ ചൊല്ലി മുട്ടുകുത്തി ഇങ്ങനെ മണിക്കൂറുകൾ നിൽക്കുന്നു. ഞങ്ങൾ വരാൻ പറഞ്ഞിട്ടും അവർ വരാതിരുന്ന് സന്ധിയായിട്ടും വിടാതെ നിന്ന് ജാതി മതവർഗഭേദമെന്യേ അച്ഛനെ സ്നേഹിക്കുന്നവർ അത്രമാണ്. കരയുന്നവരുടെ മുഖം ഒത്തിരി ഞങ്ങൾ ഈ 2 ദിവസമായി കണ്ടു. പ്രിയമുള്ളവരെ, വന്ധ്യവൈദികനായ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുട്ടിയച്ഛൻ, അച്ഛന്റെ ആത്മാവ് സ്വർഗത്തിലെത്തിക്കഴിഞ്ഞു. ഒരു പുണ്യമായ ജന്മമാണ്, പുണ്യമായ ജീവിതമാണ്. അച്ഛന്റെ മുറിയില് സാധാരണ വൈദികരുടെ മരണത്തിൽ പ്രൊവിൻഷ്യൽ അച്ഛന്മാര് സീൽ ചെയ്യാൻ വേണ്ടി കയറുമ്പോൾ വസ്തുക്കൾ നോക്കാറുണ്ട് എന്താണുള്ളത് എന്ന്. ഒരു 10 രൂപയെങ്കിലും പേഴ്സിനകത്ത് കാണാത്തൊരു വൈദികരില്ല. എന്നാൽ അച്ഛന്റെ പേഴ്സ് ശൂന്യമായിരുന്നു. കാരണം കിട്ടുന്നതെല്ലാം ഒരു തുണ പോലും കൈവെക്കാതെ മറ്റുള്ളവർ കൊടുക്കുന്ന ഒരു വൈദികൻ, ആ വൈദികനെ നിങ്ങളും ഞാനും ഹൃദയത്തിൽ സ്നേഹിക്കുന്നുണ്ട്. ഉള്ളത് മുഴുവൻ ഉണ്മയോടുകൂടി പുറത്തു കൊടുക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് പുറത്ത് ഇത്രമാത്രം, തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇത്രമാത്രം വിശ്വാസമോട് കൂടിയിരിക്കുന്നത്. കർണാടകത്തിൽ നിന്നും അച്ഛനെ കണ്ടുമുട്ടുന്നവർ അച്ഛനെ ഹൃദയത്തിൽ കൊണ്ടു നടക്കും. It's a moment of great sorrow as well as it's a moment of serenity and satisfaction that we have sent to the Lord the mortal remains, the holy soul of Father Matthew Nyarulam. We bow down before the omnipotent God to place our tribute to the great soul of Father Matthew. പ്രിയമുള്ളവരെ, അഭിവന്ദ പിതാവിനോട് ചേർന്ന് നമുക്ക് ബലി അർപ്പിക്കാം.